Analytic functions. A function f of z is said to be analytic at a point z0 if its derivative f dash of z0 exists not only at z0 but every point z in some neighborhood of z0. That is, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അത് സെഡ് നോട്ട് എന്നുള്ള ഒരു പോയിന്റിൽ അനലിറ്റിക് ആണ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് സെഡിന് സെഡ് നോട്ടിൽ ഡെറിവേറ്റീവ് ഉണ്ടാവണം. പക്ഷേ സെഡ് നോട്ടിൽ മാത്രം ഉണ്ടായാൽ പോരാ, സെഡ് നോട്ടിൻ്റെ ഏതെങ്കിലും നൈബർഹുഡിൽ, ഇൻ സം നൈബർഹുഡ്, ആ പോയിന്റിൽ എല്ലായിടത്തും അതിന് ഡെറിവേറ്റീവ് ഉണ്ടാവണം. അതായത് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി പറയുമ്പോഴും മറ്റേ പോയിന്റിലാണ് പറയാം. പക്ഷേ ഇവിടെ അനാലിറ്റിസിറ്റി പറയുമ്പോൾ അത് ഡിഫറൻഷ്യബിലിറ്റിനേക്കാൾ കുറച്ചുകൂടി വലിയ കൺസെപ്റ്റാണ്. ഡിഫറൻഷ്യബിൾ ആവാൻ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് സെഡ് നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയണമെങ്കിൽ ആ പോയിന്റിൽ മാത്രം ഡെറിവേറ്റീവ് ഉണ്ടായാൽ മതി. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ അനലിറ്റിക് ആവണമെങ്കിൽ ആ പോയിന്റിൽ, ഒരൊറ്റ പോയിന്റിൽ, ഒരു സിംഗിൾ പോയിന്റിൽ മാത്രം ഡെറിവേറ്റീവ് ഉണ്ടായാൽ പോരാ, ആ പോയിന്റിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് പോയിന്റ്സുകളിലും, അതായത് അതിൻ്റെ നൈബർഹുഡിൽ, എല്ലാ നൈബർഹുഡിലും വേണ്ട, ഏതെങ്കിലും ഒരു നൈബർഹുഡിലെങ്കിലും ആ ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. ഇനി ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അത് അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ഡി, അല്ലെങ്കിൽ ഒരു സെറ്റ് ഡിയിൽ അത് അനലിറ്റിക് ആണ് എന്ന് പറയണമെങ്കിൽ ആ സെറ്റിലെ എല്ലാ പോയിന്റിലും ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ബി അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ഡി ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് ഡിഫൈൻഡ് ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് ആൾ പോയിന്റ്സ് ഓഫ് ഡി. ഡിയിലുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ എഫിന് ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആ ഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് അനലിറ്റിക് ആണ് എന്ന് പറയും. ഒരു പോയിന്റിലും അതിൻ്റെ നൈബർഹുഡിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ അനലിറ്റിക് ആണ് എന്ന് പറയും. ഇനി ചില ഫങ്ഷൻസ് കംപ്ലീറ്റ് കോംപ്ലക്സ് പ്ലെയിനിൽ, എൻ്റയർ ദി ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ എങ്ങനെയാണ് കോംപ്ലക്സ് പ്ലെയിനെ ഡിനോട്ട് ചെയ്യുക? സി. ഈ സിയിലെ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണെങ്കിൽ, ഏത് പോയിന്റിലും അത് അനലിറ്റിക് ആണെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമ്മളൊരു പേര് പറയും. ദാറ്റ് ഈസ് എൻ്റയർ ഫങ്ഷൻ. അപ്പോൾ എൻ്റയർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ ഫങ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് at each point in the entire finite complex plane C is called entire function. Entire functions in examples polynomials എല്ലാം entire functions ആണ്. polynomials, അതുപോലെ e raised to z exponential function, അതുപോലെ sin z, cos z, ഇവയെല്ലാം entire functions ആണ്. കോംപ്ലക്സ് പ്ലെയിനിലെ ഏത് പോയിന്റ് എടുത്താലും ഈ ഫങ്ഷൻസിനെല്ലാം ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി അനാലിറ്റിക് ഫംഗ്ഷൻ എന്നുള്ളതിന് ചില സിനോണിംസ് ഉപയോഗിക്കാറുണ്ട്. മറ്റ് ചില പേരുകൾ കൂടി ഇത് അറിയപ്പെടാറുണ്ട്. അതാണ് റെഗുലർ ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്, അതുപോലെ ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ഇതെല്ലാം അനാലിറ്റിക് ഫംഗ്ഷൻ പറയുന്ന മറ്റു പേരുകളാണ്. റെഗുലർ ഫംഗ്ഷൻ, ഹോളോമോർഫിക് ഫംഗ്ഷൻ, അങ്ങനെ. Now we have a question, that is, show that the function f of z equal to u plus iv, where u equal to x square and v equal to y square. Then u plus iv, f of z equal to u plus iv equal to x square plus iy square. Show that it is nowhere analytic. ഇത് ഒരിടത്തും ഒരു പോയിന്റിലും അനലിറ്റിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ ഇതിനു മുമ്പ് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ പഠിച്ചിരുന്നു. ഒരു നെസസറി കണ്ടീഷനും അത് കഴിഞ്ഞ് സഫിഷ്യൻറ്റ് കണ്ടീഷനും. അപ്പോൾ അത് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ അനാലിറ്റിസിറ്റിക്കും ഉപയോഗിക്കുന്നത്. അവിടെ ഡിഫറൻഷ്യബിലിറ്റിക്ക് ഒരു നെസസറി കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഒരു പോയിൻ്റ് സെഡ് നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. യു എക്സ് ഈക്വൽ ടു വി വൈയും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആയിരിക്കും. ഇനി തിരിച്ച് സഫിഷ്യൻറ്റ് കണ്ടീഷൻ പറഞ്ഞിരുന്നു. ഒരു പോയിന്റിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്
യു എക്സ് വി വൈ വി എക്സ് ഈ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസും കൂടെ ആണെങ്കിൽ, കണ്ടിന്യൂസ് ആ പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്നുള്ള ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടീഷൻസ് തന്നെയാണ് അനാലിറ്റിസിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ആ പോയിന്റിൽ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, അതിൻ്റെ നൈബർഹുഡിലും കൂടെ ചെക്ക് ചെയ്യണം. അതായത് അനാലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും ആ പോയിന്റിൻ്റെ നൈബർഹുഡിൽ, സം നൈബർഹുഡിൽ. അതുപോലെ ഒരു പോയിന്റിൻ്റെ സം നൈബർഹുഡിൽ അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതോടൊപ്പം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും കൂടെ ആണെങ്കിൽ അതെന്തായിരിക്കും, അനാലിറ്റിക് ആയിരിക്കും. So here we have the function f of z equal to x square plus iy square. So we have u equal to x square, v equal to y square. Then Cauchy Riemann equation ഇത് അനലിറ്റിക് ആണെങ്കിൽ, അനലിറ്റിക് ആ പോയിൻ്റ് എടുത്ത് ആ പോയിന്റിലെല്ലാം ഇത് Cauchy Riemann equation സാറ്റിസ്ഫൈ ചെയ്യും. സോ യു എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്, യു വൈ 0 ആണ്, y ടേം ഇല്ല. അതുപോലെ വി എക്സ് 0 ആണ്, വി വൈ എന്ന് പറഞ്ഞാൽ 2y ആണ്. സോ ബൈ Cauchy Riemann equation യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. ദാറ്റ് ഇംപ്ലൈസ് 2x ഈക്വൽ ടു 2y. ദാറ്റ് ഇംപ്ലൈസ് x ഈക്വൽ ടു y. ദെൻ വി എക്സ് ഈക്വൽ ടു യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ദാറ്റ് ഇംപ്ലൈസ് 0 ഈക്വൽ ടു മൈനസ് 0. സോ 0 ഈക്വൽ ടു 0. സോ നമുക്ക് ഇതിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും ഒരു റിലേഷൻ കിട്ടുകയുള്ളൂ, എക്സ് ഈക്വൽ ടു വൈ. സോ എക്സ് ഈക്വൽ ടു വൈ ആവുമ്പോഴൊക്കെ ഇത് Cauchy Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോഴെല്ലാം ഇത് Cauchy Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്കറിയാം എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ലൈന്, ഈ ലൈനിനെയാണ് നമ്മൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയാം. അപ്പോൾ ഈ ലൈനിലെ എല്ലാ പോയിന്റിലും ഇത് Cauchy Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ ഒരു ചെറിയ നൈബർഹുഡ് എങ്കിലും നമ്മൾ എടുത്താൽ അതിൽ തീർച്ചയായിട്ടും ആ നൈബർഹുഡിൽ ഒരു ആ നൈബർഹുഡ് ആ പോയിന്റ് സെൻറ്ററായിട്ടുള്ള ഒരു ഡിസ്ക്കാണ് വരിക, ഒരു റൗണ്ട്. അങ്ങനെയാണ് നമ്മൾ പ്ലെയിനുള്ള കോംപ്ലക്സ് പ്ലെയിനിൻ്റെ നൈബർഹുഡ് എടുക്കുക. റിയൽ ലൈൻ ആണെങ്കിൽ നമുക്കൊരു ഇൻ്റർവെല്ലാണ് നൈബർഹുഡ് കിട്ടുക. പക്ഷേ കോംപ്ലക്സ് പ്ലെയിനിലാവുമ്പോൾ അതൊരു ഡിസ്ക് ആയിരിക്കും. സോ ഈ ലൈനിൽ മാത്രമാണ് Cauchy Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് കിട്ടി, എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോൾ മാത്രം. അപ്പോൾ ആ ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ ഏത് നൈബർഹുഡ് എടുത്താലും, അതിൽ എത്ര ചെറിയ നൈബർഹുഡ് എടുത്താലും വലിയ നൈബർഹുഡ് എടുത്താലും അതിൽ ആ ലൈനിൽ പുറത്തുള്ള പോയിൻറ്റ്സ് വരും. ഇവിടെയുള്ള പോയിൻറ്റ്സൊക്കെ ലൈനിൽ പുറത്തുള്ള പോയിൻറ്റ്സാണ്. സോ അവിടെയൊന്നും എന്ത് ചെയ്യില്ല, Cauchy Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോൾ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യൂ. അതായത് ആ ലൈനിൽ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യൂ. ആ ലൈനിലുള്ള ഒരു പോയിൻറ്റിൻ്റെയും ഒരു നൈബർഹുഡിലും Cauchy Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. കാരണം അങ്ങനെ ഒരു പോയിൻ്റ് എടുത്താൽ നമുക്കങ്ങനെ ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോവെയർ അനലിറ്റിക് എന്ന് പറയാൻ പറ്റും. ഈ ലൈനിൽ എഫ് ഓഫ് സെഡ് എന്ന് നമുക്ക് തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകും, പക്ഷേ എന്താവില്ല, എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോൾ ഡിഫറൻഷ്യബിൾ ആകും, പക്ഷേ അനലിറ്റിക് ആവില്ല. കാരണം എക്സ് ഈക്വൽ ടു വൈ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് പോയിൻറ്റിൻ്റെയും നൈബർഹുഡിൽ എക്സ് ഈക്വൽ ടു വൈ അല്ലാത്ത പോയിൻറ്റ്സ് കടന്നു വരും. സോ അവിടെയൊന്നും സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ ഇറ്റ് ഈസ് the given function is nowhere analytic എന്ന് കിട്ടും. Now next we have another important problem. F of z is an analytic function and we have to show that f of z is a constant. F of z is a constant if രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, f dash of z equal to 0 for all z in that domain. f of z എവിടെയാണോ അനാലിറ്റിക് ആയിട്ടുള്ളത് ആ ഡൊമൈൻ. സെക്കൻഡ് കണ്ടീഷൻ, സെക്കൻഡ് വൺ, മോഡ് f of z ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ D. ദാറ്റ് ഈസ് f dash z 0 ആയാൽ ഒരു ഡൊമൈനിൽ
എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ റിയലിൽ പറയുന്ന അതേ റിസൾട്ട് തന്നെയാണ്. ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒന്നിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഡെറിവേറ്റീവ് 0 ആകുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആവുന്നു. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ, അതിൻ്റെ മോഡുലസ് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് വൺ നമുക്കെടുക്കാം. ഗിവൺ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു നമ്മളെടുക്കും യു പ്ലസ് ഐ വി, ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. ഗിവൺ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു 0 ഫോർ എവരി സെഡ് ഇൻ ഡി. ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് യു എക്സ് പ്ലസ് ഐ വി എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി സെഡ് ഇൻ ഡി, ഫോർ എവരി എക്സ് ആൻഡ് വൈ. സെഡും എന്നുള്ളത് എക്സിലേക്ക് മാറ്റി ഫോർ എവരി എക്സ് ആൻഡ് വൈ ഇൻ ഡി. ദാറ്റ് ഈസ് ഒരു കോംപ്ലക്സ് നമ്പർ 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് 0 ആണ്, അതുപോലെ ഇമാജിനറി പാർട്ടും 0 ആണ്. ഇനി യു എക്സും വി എക്സും 0 ആയി. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇപ്പോൾ യു എക്സ് 0 ആയതുകൊണ്ട് നമുക്കെന്ത് പറയാം? വി വൈയും 0 ആയിരിക്കും. ഇനി വി എക്സ് 0 ആയതുകൊണ്ട് മൈനസ് യു വൈ, അതായത് യു വൈ 0 ആയിരിക്കും. സോ നമുക്ക് ഇതൊന്ന് രണ്ടെന്നും യു എക്സും 0 ആണ്, യു വൈയും 0 ആണ്. അതുപോലെ ഇവിടെ വി എക്സ് 0 ആണ്, വി വൈയും 0 ആണ്. യു എക്സ് 0, യു വൈ 0. യു എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. എക്സിനെയും വൈനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് യു. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്തപ്പോഴും 0 ആണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും 0 ആണ്. ദാറ്റ് മീൻസ് യു എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സും ഇല്ല വൈയും ഇല്ല. അതായത് ഒരു എക്സെങ്കിലും, എക്സിൻ്റെ ഒരു ടേമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് യു എക്സ് എടുക്കുമ്പോൾ ഒരു 1 എന്ന് പറയുന്ന ഒരു ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 എങ്കിലും വരുമായിരുന്നു. പക്ഷെ ഇവിടെ 0 ആണ് വന്നത്. ദാറ്റ് മീൻസ് യു എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, യു എന്ന് പറയുന്നത് വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ യുവിൽ ആകെയുള്ളത് എക്സും വൈയും ആണ്. അപ്പോൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അതായത് എക്സും ഇല്ല വൈയും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ യു എന്തായിരിക്കും? ദാറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റൻ്റ്, സം കോൺസ്റ്റൻ്റ്, എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. അതുപോലെ ഇവിടെ വി എക്സും വി വൈയും 0 ആണെന്ന് പറഞ്ഞാൽ വി ഡസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ എക്സ് ആൻഡ് വൈ, ദെർഫോർ വി ഈസ് ആൾസോ എ കോൺസ്റ്റൻ്റ്. അപ്പോൾ യുവും വിയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യു പ്ലസ് ഐ വി എന്തായിരിക്കും? അതും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ദെൻ സെക്കൻഡ് പാർട്ട് ബി എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് സെഡ് ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് പറയുന്നത്. മോഡ് എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് മോഡുലസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെയും മോഡുലസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഫംഗ്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ എഫ് ഓഫ് സെഡിനെ നമ്മൾ യു പ്ലസ് ഐ വി എന്നെടുത്തു. മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഇപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ എടുത്താൽ മോഡ് എഫ് ഓഫ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് മോഡ് എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതിന് സി എന്ന് കൊടുക്കുന്നുണ്ട്. ഒരു സി എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇഫ് സി ഈക്വൽ ടു 0, സി 0 ആണെങ്കിൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ യു സ്ക്വയർ, രണ്ട് സ്ക്വയറുകളുടെ സമ്മ് 0 ആവുക എന്ന് പറഞ്ഞാൽ രണ്ടും 0 ആയേ പറ്റും. യു സ്ക്വയർ 0, വി സ്ക്വയർ 0. ദാറ്റ് ഈസ് യു ഈക്വൽ ടു 0, വി ഈക്വൽ ടു 0. അപ്പോൾ സി 0 ആണെങ്കിൽ യുവും വിയും 0 ആയിരിക്കും. അപ്പോൾ യു പ്ലസ് ഐ വി എന്തായിരിക്കും? 0 പ്ലസ് ഐ 0. അത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സി 0 ആവുന്ന കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും.
Suppose that c not equal to 0. Then we have u square plus v square equal to c. ഈ കേസിൽ നമുക്ക് u plus iv ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ യു സ്ക്വയറിൻ്റെ 2u ഇൻറ്റു യു എക്സ് പ്ലസ് 2v ഇൻറ്റു വി എക്സ് ഈക്വൽ ടു 0. അതുപോലെ വൈയിൽ ചെയ്യുക 2u ഇൻറ്റു യു വൈ പ്ലസ് 2v ഇൻറ്റു വി വൈ ഈക്വൽ ടു 0. 2 ക്യാൻസൽ ചെയ്യാം, എല്ലാ ഇക്വേഷനിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. യു എക്സ് പ്ലസ് വി എക്സ് ഈക്വൽ ടു 0. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ യു വൈ പ്ലസ് വി വൈ ഈക്വൽ ടു 0. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എഫ് ഓഫ് സെറ്റ് അനാലിറ്റിക് ആണ്. യു എക്സ് ഈക്വൽ ടു വി വൈ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ രണ്ട് ഇക്വേഷനിലും സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ യുവിനെ മാറ്റുക അല്ലെങ്കിൽ വിനെ നമ്മൾ ചേഞ്ച് ചെയ്യാം. സോ നമുക്ക് കിട്ടും ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷനിൽ കോഷി-റീമാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ യു എക്സ് വി എക്സിന് പകരം മൈനസ് യു വൈ എന്ന് കൊടുക്കും. മൈനസ് വി ഇൻറ്റു യു വൈ ഈക്വൽ ടു 0. തേർഡ് ഇക്വേഷൻ ബിക്കംസ് യു വൈ വി വൈക്ക് പകരം യു എക്സിന് കൊടുക്കും പ്ലസ് വി യു എക്സ് ഈക്വൽ ടു 0. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യണം. ഇക്വേഷൻ 4 ആൻഡ് 5. അപ്പോൾ സോൾവ് ചെയ്യാൻ കോഫിഷ്യൻ്റ് സെയിം ആക്കാം. അപ്പോൾ യു എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഇവിടെ യു ആണ്, ഇവിടെ വി ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് വി കൊണ്ട് ഫോർത്ത് ഇക്വേഷൻ 4 ഇൻറ്റു വിയും അതുപോലെ ഇക്വേഷൻ 5 ഇൻറ്റു യുയും ചെയ്ത് നോക്കിയാൽ ഇക്വേഷൻ 4 ഇൻറ്റു വി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് യു വി യു എക്സ് മൈനസ് വി സ്ക്വയർ യു വൈ ഈക്വൽ ടു 0. അതുപോലെ ഇക്വേഷൻ 5 ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യു സ്ക്വയർ യു വൈ പ്ലസ് യു വി യു എക്സ് ഈക്വൽ ടു 0. ഇനി ഇവിടെ ഒരു യു വി യു എക്സ് ഉണ്ട്, ഇവിടെ യു വി യു എക്സ് ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യാം. സോ വി ഗെറ്റ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. സോ മൈനസ് വി സ്ക്വയർ യു വൈ മൈനസ് യു സ്ക്വയർ യു വൈ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് മൈനസ് ഓഫ് യു വൈ കോമൺ ആണ്, മൈനസും കോമൺ ആണ്. വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് യു വൈ ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി ആണ്, ഈക്വൽ ടു 0. സി നോൺ 0 ആണ്. അപ്പോൾ പിന്നെ മൈനസ് യു വൈ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് യു വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഇക്വേഷൻ 4നെ വി കൊണ്ടും ഇക്വേഷൻ 5നെ യു കൊണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി തിരിച്ച് അതൊന്ന് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 4നെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് യു സ്ക്വയർ യു എക്സ് മൈനസ് യു വി യു വൈ ഈക്വൽ ടു 0. അതുപോലെ ഇക്വേഷൻ 5നെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ യു കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്, ഇനി വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് യു വി യു വൈ പ്ലസ് വി സ്ക്വയർ യു വൈ ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നേരത്തെ പോലെ സോൾവ് ചെയ്യാം.
സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് യു വി യു വൈ ഉണ്ട്, ഇവിടെ പ്ലസ് യു വി യു വൈ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ ഇക്വേഷൻ തമ്മിൽ പ്ലസ് ചെയ്താൽ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. യു സ്ക്വയർ യു എക്സ് പ്ലസ് we get u square ux plus v square ux equal to 0. u square ux plus v square ux equal to 0. That is ux into u square plus v square equal to 0. ഇത് c ആണ്. u square plus v square അത് നോൺ സീറോ ആണ്. So that implies ux equal to 0. So തൊട്ട് മുന്നേ uy equal to 0 എന്ന് കിട്ടിയിരുന്നു. ഇപ്പോൾ ux equal to 0. അപ്പോൾ അതൊന്ന് രണ്ടൊന്നും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ u is a constant എന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് v is a constant എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് കോഷി റീമാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ പറയാം. uy 0 ആണെങ്കിൽ മൈനസ് വി എക്സ് 0 ആയിരിക്കും, അതുപോലെ യു എക്സ് 0 ആണെങ്കിൽ വി വൈ 0 ആയിരിക്കും. സോ അതൊന്ന് നമുക്ക് വി എക്സ് 0 വി വൈ 0 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് വി ഈസ് എ കോൺസ്റ്റൻറ്റ്. യുവും വിയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഷുഡ് ബി യു പ്ലസ് ഐ വി ഇസ് എ കോൺസ്റ്റൻറ്റ്. യു പ്ലസ് ഐ വി മീൻസ് എഫ് ഓഫ് സെഡ്, ദാറ്റ് ഈസ് the function f of z is a constant. So if the derivative is 0, f dash of z equal to 0, then the function f of z is constant. Also if mod f of z equal to a constant, then f of z is constant. Okay, thank you.